ഇന്നേ എൻ്റെ ഡിന്നർ ഞാൻ എന്താ കഴിക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമേ. അതായത് ഞാൻ കുറച്ച് ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാമേ. നമ്മൾ ചെറുപയർ ഇതാ നല്ലപോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഉപ്പിട്ടിട്ട് ദോശ ഉണ്ടാക്കാം. ഇതേ ഞാൻ ഇവിടെ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയ ദോശമാവാണേ. ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചെറുപയർ അരച്ചതുണ്ടല്ലോ, അതിനകത്തോട്ട് ഇതാ ഇതിൽ നിന്ന് ഒരു തവി എടുത്ത് ഒഴിക്കുവേ. ഞാനിത് ഉപ്പൊക്കെ ഇട്ട് വെച്ചാൽ അതുകൊണ്ട് ഞാൻ ഈ ചെറുപയറിനകത്ത് വേറെ ഉപ്പിടുന്നില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ ദോശമാവ് കൂടെ അങ്ങോട്ട് ഒഴിച്ചേ. ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചുട്ടു നോക്കാം. നമുക്കിതാ ഈ മാവ് അങ്ങോട്ട് ഒഴിക്കാം. നല്ല പരത്തി അങ്ങോട്ട് എടുക്കാമേ. ഇതാ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിക്കാം. ഇരിക്കട്ടെ, നെയ്യും കൂടെ മൊരിഞ്ഞൊന്ന് വരണം കേട്ടോ. ദോശ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ടേ. ഇത് നമുക്കങ്ങ് എടുക്കാം. നല്ല ക്രിപ്സി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ അങ്ങനെ നമ്മുടെ ക്രിപ്സി ദോശ റെഡി. അതിൻ്റെ കൂട്ടത്തിൽ എന്താണെന്നറിയാമോ, ഇത് തക്കാളി ചമ്മന്തിയാണേ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്യുന്നത് ഇതാണ്. ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഭയങ്കര ക്രിപ്സിയാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ദോശമാവ് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ മറ്റേ ചെറുപയർ തന്നെ വെച്ച് കഴിച്ചാലും മതി. എന്തായാലും ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ, ബൈ.